ജാനമ്മന്റെ പശു. ചാണകം നോക്കി ഡീറ്റെയിൽസ് പറയാം. ജാനമല്ല, ഓരിങ്ങനെ ചെയ്യൂല. ഇത് നമുക്കുള്ള പണിയാണ്, പക തീർക്കല്. അപ്പോ ബഷീർക്കാരെ പശു ഒരിക്കൽ വരസയാണല്ലോ. അറിയാവൊന്നും പറയല്ലേ. എന്താ അറിയാതെ? ബഷീർ തന്നെ, ഒരു സംശയമില്ല. മൂപ്പരാച്ച കളി മാറും. വേസ്റ്റേ എന്നെ കൊണ്ട് വീട്ടിലേക്ക് എടുപ്പിക്കാനാ നോക്കിയത്. ഈ ചാണകം ഞാൻ അയാളെ കൊണ്ട് തീറ്റിക്കും. വാട കൂട്ടി വാടാ, കുറെ കാലായി ഒരാളോട് തൊല്ലുക. അതെ, ഞാൻ ആലോചിക്കണത് എന്താണെന്നറിയോ? ഇതൊരു മിണ്ടാപ്രാണിയുടെ വിസർജനേ. അതാണെങ്കിൽ ഔഷധ ഗുണമുള്ളതും. ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ടാണ് അല്ലേ? ഇതാ ജസ്റ്റ് എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടാ നമുക്കൊക്കെ പെട്ടെന്ന് കളിയിലേക്ക് കടന്നുകൂടെന്നാ ഞാൻ ആലോചിക്കണം. നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? എന്ത് തോന്നാ, നിന്റെ കയ്യല്ലേ. എന്തേ ഗംഗേട്ടാ, നിങ്ങളെ പശുവിന് എടേലേ നല്ല പുല്ല് കണ്ടപ്പോ കെട്ടിയതാ. ആ വല്ലാത്ത പണിയായി പോയിട്ടൊന്ന്. ഞങ്ങള് ബഷീർഖാന്റെ വീട്ടിൽ ചോദിക്കാൻ പോരെങ്കിൽ ആകെ ചമ്മിപ്പോയനെ അല്ലേ? പൈപ്പാടുണ്ട്, കൈ കളി. അയ്യേ, കയ്യോണ്ട് തൊടിയ. ഞാൻ പോലും കയ്യോണ്ട് തൊടാറില്ല. ആ അന്നല്ലോ. ഇതാ ടീം സെറ്റായി. അല്ല ഇത് പിടി. ഇന്നലെ കാണാഞ്ഞപ്പോ കരുതി ഇനി ഉണ്ടാവില്ലാന്ന്. ഇല്ലടാ, ഒരു അർജന്റ് പണി ഉണ്ടായിരുന്നു, തീർത്തു കൊടുക്കണ്ട. ഇനി വൈകിട്ടത്തെ കളി ഒഴിവാക്കിയിട്ട് ഒരു പരിപാടിയില്ല. പുതിയൊരാള് വരേണ്ടത് ഒരു രസം ബോർഡർക്കായി. ഇതൊക്കെ എന്ത് എന്നാ ടീം ഇടല്ലേ? ഇനി വേറെ ഒരു വരാനല്ലോ. ആ, അത് പറയാനാ ഞാൻ വണ്ടി വെക്കാതെ നേരെ ഇങ്ങോട്ട് വന്നത്. നമുക്ക് പുതിയ ടീം വേണ്ടെന്ന് വെച്ചാലോ? ഇന്നലത്തെ സെയിം ടീം, ഡെയിലി ഒരേ ടീം. കളി മുറുകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാ രസം കയറി കയറി കയറുണ്ട് അല്ലേ? അതെ, അല്ല വായതാ, അത് കുറച്ച് മുറുകും. എനിക്കൊക്കെയാണ്. അതാണല്ലേ. എന്താന്ന് വെച്ചാല് ഈ പുതിയ ടീം ഇടുന്ന പണി ഒഴിവായി കിട്ടും അല്ലേ? പിന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് മാറ്റാം. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. എന്നാ ഞാനേ വണ്ടി വെച്ചിട്ട് വരാം. ബോളവാ പാൽക്കങ്ങള് പോയി കൈ ഇല്ല ഉണങ്ങിപ്പോ. ഭവിഷ്യയുടെ ബോളിന്റെ ഗ്രിപ്പ് കളീൻ്റെ ഗതി മാറ്റുന്നുണ്ട്. പഴയ ബോൾ ഒഴിവാക്കി പുതിയ ബോൾ എടുത്താൽ പിന്നെ ബോളിംഗ് ടീമേ ജയിക്കും. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങളൊന്ന് സംസാരിക്കും. അത് കുഴപ്പമൊന്നുമില്ല. അതെ, ചെറിയൊരു അഭിപ്രായമുണ്ട്, നിക്കല്ല എല്ലാവർക്കും. അതായത് പുതിയ ബോളിൻ്റെ ഗ്രിപ്പ് കളിൻ്റെ ഗതി മാറ്റുന്നുണ്ട്. അയിനി ബോളിന്റെ ഗ്രിപ്പ് ഒഴിവാക്കണം. ബുക്ക് എടുക്കുക. ചോന്ന മനുഷ്യൻ്റെ മാർക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ബൈറണ്ണർ നിൽക്കുന്ന ഒഴിവാക്കണം. ഒരുമാതിരി റോക്കറ്റ് വിട്ടണക്കത്തെ പോക്കല്ലേ, ശരിയാവും. അപ്പോൾ ഓടാൻ പറ്റാത്തവരുണ്ടെങ്കിലോ? ഓര് കളിക്കണ്ട, തീർന്നില്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണ്. എഴുതി കൂട്ട്. നമ്മളോടാ കളി. ബാറ്റ്സ്മാന് ഓടാൻ കഴിയുന്നില്ലെങ്കിൽ ബാറ്റ് ചെയ്യരുത്. അടിയിൽ ചോപ്പിട്ടെ നിയമങ്ങൾ ഉണ്ടാവട്ടെ, അതനുസരിച്ച് ലോകം നന്നാവുക ചെയ്യാം. കളിയും ആണോ? അല്ലേ? ഏതായാലും നിയമപുസ്തകം പുറത്തെടുത്തതല്ലേ, കുറച്ച് നിയമങ്ങളും കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. നിയമമൊക്കെ ഒരു കോരത്തിലാക്കിയിട്ട് മതി ഇനി കളി. കളി വേണ്ടേ? ഒലക്കമ്പലത്ത് നിയമമായി പോലെ 4 കൂടിയ റോഡിൽ സിഗ്നൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഉള്ള ബ്ലോക്ക് ഒന്നുകൂടിയും കൂടും. മറ്റേതാവുമ്പോൾ ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ തിക്കിയും തെറിക്കും പോവും. അങ്ങനെയാണോ? അങ്ങനെയാണോന്നറിയില്ല, ഇവിടെയൊക്കെ എങ്ങനെയാ സംഭവിക്കുക? നല്ല സംഭവിക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാവാം. നോട്ട് ചോദിച്ചു, ഓർമ്മയില്ലേ? അല്ല, വേറൊരു ഉദാഹരണം പറയാൻ കിട്ടാനായിട്ട് അങ്ങ് പറഞ്ഞു പോയിന്നാണല്ലോ.